ഹായ് ഹലോ നമസ്തേ. കപ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ആലപ്പുഴ ജിംഖാന നമ്മൾ കണ്ടിറങ്ങി. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് പടം? അപ്പൊ അതിനുമുമ്പ് പറയേണ്ടതെന്ന് വെച്ചാൽ തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാന്റെ ഡ്രൈവറായിട്ടെ ഒരു റിട്ടേണും ഡയറക്ഷനും പുള്ളി തന്നെയാണ്. അപ്പോഴ് ഞാൻ ഇതിനൊക്കെ മുമ്പ് കണ്ടിരുന്ന നസ്ലനെ ഫോക്കസ് ചെയ്ത് നസ്ലൻ സ്റ്റാർ കാസ്റ്റ് എന്നുള്ള രീതിയിൽ വന്നിരുന്ന സിനിമയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസ് ഉള്ള ഒരു പടമാണ്. ഇതില് നസ്ലന്റെ ക്യാരക്ടർ വരുമ്പോ ഈ പ്രേമലു അതിനകത്തൊക്കെ സെൻട്രൽ ക്യാരക്ടർ എല്ലാം നസ്ലനിലോട്ട് പറഞ്ഞു. ഇതങ്ങനെയല്ല. ഇപ്പൊ അവർക്കൊരു 5 ടീം ഉണ്ടെങ്കിൽ 5 പേർക്ക് എല്ലാവരും അതില് കോമൺ ആയിട്ടുള്ള ഒരാളാണ് നസ്ലൻ. അങ്ങനെയാണ് പടം പോയിരിക്കുന്നത്. പിന്നെ പടം എങ്ങനെയെന്നുള്ളത് അത് എനിക്ക് എന്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെങ്കിൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ പടം പെട്ടെന്ന് തീർന്നു പോയത്. വളരെ ലാഗ് അടിപ്പിക്കാതെ എന്റർടൈൻമെന്റ് ആയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ എന്നാൽ തിരിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷ അതെനിക്ക് കിട്ടിയില്ല. അതിന്റെ ചെറിയൊരു നിരാശ എനിക്കുണ്ട്. അതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്റെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇവൻ പറഞ്ഞ ഒരു ലാഗ് ഇല്ല. ഇവന് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവൻ മറ്റേ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇവന് സംതൃപ്തി കുറവാണ്. മറ്റേ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ഒരു കംബാക്ക് വന്നിട്ട് തിരിച്ചൊരു മാസ് കാണിക്കുന്ന ഫൈറ്റ്, അത് ക്ലീഷ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ഇത് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു നിരാശ. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ നമ്മളൊരു ഇപ്പൊ എന്താ ഒരു ഫൈറ്റിന് പോകണമെങ്കിൽ ഒരു മത്സരത്തിന് പോകുമ്പോഴത്തേക്ക് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ലീഗ് ഓരോ മാച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ് പടം പോയിരിക്കുന്നത്. ഇപ്പൊ ഒരു ടീമായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരാളെ മാച്ച് കഴിയുക, അപ്പൊ അത് കഴിഞ്ഞ് അല്ലാതെ ഒരു കംബാക്ക് വരുക അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഒരു ഇത് പോകുന്നത് അങ്ങനെ തന്നെയാണ്. ചിലപ്പം ഈ പറഞ്ഞ കണക്ക് തിരിച്ച് അങ്ങനെ ഒരു കംബാക്ക് എല്ലാ സിനിമയിലെ പോലെ കൊണ്ടുവരാണ്ടെന്ന് ഉദ്ദേശം ഉണ്ടായിരിക്കും ഖാലിദ് റഹ്മാൻ അങ്ങനെ ചിലപ്പോ ചെയ്തത്. ഇപ്പൊ ഇത്ര മാത്രം വെച്ചും ചെയ്താൽ മതി എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ചെയ്തത്. പക്ഷെ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് അവരവർക്ക് സീനിൽ കയ്യടി വരുന്ന ഭാഗം എല്ലാവർക്കും കൊടുത്തു. അതായത് ഇപ്പൊ ഇവരെ ഈ കാണിച്ച 5 പേരല്ലാതെ ഇപ്പൊ വേറെ ഏത് ക്യാരക്ടർ അവര് വരിക, അവര് പോഷൻ ചെയ്യുക, പിന്നെ അവരെ കാണൂല, അത് കാര്യം. പിന്നെ അവരില്ല. പിന്നെ ലുക്മാന്റെ കൊള്ളായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ. അതിലൊരു പുള്ളിക്ക് വേണ്ട ഒരു കയ്യടി മാസ് സീനുണ്ട് പുള്ളി. അത് നമ്മളങ്ങ് എണീറ്റ് പോയി ആ ഒരു സെറ്റപ്പ്. അതേപോലെ ഗണപതി നല്ല രീതിയിൽ ഇതിനുവേണ്ടി ഫിസിക്കൊക്കെ നല്ല ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല മസ്കുലറും തോന്നിച്ചത് ഗണപതിയാണ്. പിന്നെ ബേബി ജീൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നല്ല യൂട്യൂബില് വേണ്ടി ഇൻസ്റ്റയിലൊക്കെ റീൽ ചെയ്യണം എല്ലാവർക്കും നല്ല ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പടങ്ങൾക്ക് എന്റെ ഒരു പേഴ്സണൽ ഇതാണ്, എനിക്ക് ലാസ്റ്റ് ഒരു സാറ്റിസ്ഫൈഡ് ആയില്ല. പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞ പോലെ ഒരു ഫീല് തോന്നി. പടം കുറച്ച് വലിച്ചു നീട്ടലൊന്നും ഇല്ലാത്തോണ്ടുള്ള പ്രശ്നമാണ്. അതാണ് ചില പടങ്ങൾ നമ്മള് എന്താണ് വലിച്ചു നീട്ടി ഇത് എന്തോന്ന് ലാഗെന്ന് തോന്നിപ്പോകും. പക്ഷെ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് അത് തോന്നില്ല, അത് 100% ഷുവറാണ്. പിന്നെ ഒരു ടിപ്പിക്കൽ ഖാലിദ് റഹ്മാൻ പടം തന്നെയാണ്. പക്ഷെ എന്നാലും തല്ലുമാലയൊക്കെ പോലെ ആ ലെവലൊന്നും ഇല്ല. ഒരു മാസ് അല്ല, ഒരുപാട് നോർമൽ സാധാരണ സിമ്പിള് കുറച്ച് കൂട്ടുകാരന്മാരുടെ ഒരു തമാശയായിരുന്ന ഒരു സ്റ്റോറിയിൽ വന്ന് തുടങ്ങി ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുന്ന ഒരു കഥയാണ്. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്താണ് ആലപ്പുഴ ജിംഖാന, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ. ഒരു 5ൽ എത്ര സ്റ്റാർ കൊടുക്കും? ഞാൻ 4.5 കൊടുക്കും. ഞാനൊരു 5ലൊരു 3.5 അത്രയൊക്കെ. ലാസ്റ്റത്തെ കുറച്ച് സാറ്റിസ്ഫൈഡ് ആകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ പുതിയ ഇതുപോലത്തുള്ള വിശേഷങ്ങൾ അറിയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ മൂവി റിവ്യൂസുമായി ഞങ്ങൾ ഉടനെ വരാൻ. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.